ഒരു കുഞ്ഞു കറി, കുഞ്ഞു സാധനങ്ങളോട്ടിട്ട് ഒരു 5 മിനിറ്റ് വരെ വേണ്ട ആ കറി വെക്കാൻ കേട്ടാ. കുഞ്ഞുള്ളിൻ്റെ തൊലി കളയാനുള്ള സമയേ വേണ്ടു. അപ്പം നമ്മൾ കുഞ്ഞുള്ളി തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് ഇതാ നമ്മൾ ചതച്ചെടുക്കുക. മുറിച്ചിടണമെങ്കിൽ ഇച്ചിരി പണിയുണ്ട്, പക്ഷെ ഇത് ചതക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി തക്കാളി നമുക്കിത് ഇഷ്ടമില്ല പോലെ എടുക്കാം കേട്ടാ. നമ്മളെല്ലാം ഒരു കൈയളവാണ് കേട്ടാ. അങ്ങനെ തക്കാളി ഞാൻ 2 എടുത്ത്, കുഞ്ഞുള്ളി ഒരു എത്ര എണ്ണാന്നൊന്നും എണ്ണീട്ടില്ല കേട്ടാ, അത് ഞാൻ വിട്ടുപോയി. പിന്നെ പച്ചമുളക് ഉണ്ടമുളകാണ്. പച്ചമുളക് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പുറത്ത് മോരുണ്ട്, ഇപ്പുറത്ത് തൈരും ഉണ്ട്. ഇതിന് തൈരാണ് കേട്ടാ ബെസ്റ്റ്. അപ്പോൾ മുളക് പൊടിയൊന്നും ഉപയോഗിക്കൂലേ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് കൈ കൊണ്ട് തന്നെ നല്ല അമർത്തി കുഴച്ച് ഇങ്ങെടുക്കുക. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതിൻ്റെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരണം. ഒരു 2 മിനിറ്റ് അവിടെ മാറ്റി വെച്ചാൽ ടേസ്റ്റ് കൂടും. പക്ഷേങ്കിൽ വെക്കണം എന്നൊന്നും ഇല്ലെന്നേ, ഞാൻ അപ്പാടെ തന്നെ ആക്കി. ഇനിയിപ്പോൾ ഇതിന് തേങ്ങയൊന്നും വേണ്ട, സിമ്പിളാണ്. ഇനിയിപ്പോൾ ഇതാ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, ഓയിലൊന്നും കൊണ്ടൊഴിച്ച് കൊളാക്കറ്. ഇനി കടുക് പൊട്ടുമ്പോൾ പുകമയം. ഇനി ഒരു ഉലുവ, ഒരു 2-3 നുള്ള ഉലുവ അത്രേ വേണം കേട്ടാ, അല്ലെങ്കിൽ കയപ്പടിക്കും, ടേസ്റ്റ് അങ്ങ് പോവുകയും ചെയ്യും. ഇനി മഞ്ഞൾപ്പൊടി, അതും ആവശ്യത്തിന്. കൈയളവാണേ, അതുകൊണ്ടാണ് പിന്നെ ടീസ്പൂൺ കണക്കൊന്നും പറയാത്തത്. അപ്പം അത് പിന്നെ എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഉള്ളി, തക്കാളി, പച്ചമുളക് ഇത് അതിലേക്ക് ചേർത്തിട്ട് ഇളക്കി വെക്കുക. ഒന്ന് ചൂടാകുകയേ വേണ്ടും കേട്ടോ, വെന്ത് പോവരുത്. വെന്താൽ ആ ടേസ്റ്റ് പോകും. നമ്മൾ ബിരിയാണിക്ക് സലാഡ് ആക്കുന്നില്ലേ, പച്ചുള്ളിയല്ലേ, അതേപോലെ തന്നെ ഏകദേശം അതേ ഒരു സംഭവം തന്നെയാണല്ലേ ഇത്. അപ്പം അത് വെന്താൽ ടേസ്റ്റ് ആകെ പോവും. എന്നിട്ടാകുമ്പോൾ കുറച്ചൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ കട്ടത്തൈര് തന്നെ എടുക്കണം കേട്ടാ. ഇനിയിപ്പോൾ അതിനെ ഞെക്കി അതിൻ്റെ അസ്ഥികൂടം വരെ ഞാൻ ഇങ്ങോട്ട് എടുക്കും, കാരണം വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇനി ഇതാ അത് നന്നായിട്ടൊന്ന് ചൂടാവുക, സംഭവം റെഡി. ഇത്രയേ ഉള്ളൂ. ടേസ്റ്റോ അപാരം. ഇവിടെ അയിത്താട്ടന് അച്ഛന്, പിന്നെ ആമിക്ക്, അജ്വലിന്, അനക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടാ ഈ കറി. അപ്പോൾ പണിയും എളുപ്പം. അപ്പം ഇച്ചിരി ഉപ്പ് കുറഞ്ഞു. അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട്, അത് പുളിയും ഇതെല്ലാം നോക്കുമ്പം അറിയണമല്ലോ.